കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം.കോം തേർഡ് സെമസ്റ്ററിലാവട്ടെ ഫോർത്ത് സെമസ്റ്ററിലാവട്ടെ എക്സാംസ് നമ്മൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെമസ്റ്ററിലെ എക്സാംസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കണ്ടുവന്നിട്ടുള്ളൊരു പ്രത്യേകത ടോട്ടൽ നമ്പർ ഓഫ് പേപ്പേഴ്സിൽ ഏതെങ്കിലും ഒരു പേപ്പർ വളരെ ടഫസ്റ്റ് ആയിട്ട് വരാറുണ്ട്. നമ്മളൊരു ഗുഗ്ലി പേപ്പർ എന്നൊക്കെ പറയാം. കഴിഞ്ഞ പ്രാവശ്യം എം.കോം തേർഡ് സെമസ്റ്റർ എക്സാംസിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിംഗ് പാർട്ട് 1 ആയിരുന്നു. കുട്ടികൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു സബ്ജക്ട് പഠിക്കാനാണ്. ദെൻ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ തന്നെ കുട്ടികളുടെ കിളി പോയി. ദെൻ റിസൾട്ട് വന്നപ്പോഴും ഒരുപാട് കുട്ടികൾക്ക് ഈ ഒരു പേപ്പറിൽ സപ്ലി കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ തേർഡ് സെമസ്റ്ററിൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഓരോ സബ്ജക്റ്റും എങ്ങനെ പഠിക്കണം, എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്ന ചാപ്റ്റേഴ്സിലോട്ട് എങ്ങനെ ഫോക്കസ് ചെയ്യണം, ദെൻ നമ്മൾ ഓർഡറിൽ പഠിക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഒരു ബുക്ക് എടുത്ത് ആ ഓർഡറിൽ പഠിക്കലല്ല നമ്മുടെ ലക്ഷ്യം, സ്മാർട്ടായിട്ട് പഠിക്കലാണ്. സോ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് അതിൽ നിന്ന് വരുന്ന പെർസെൻറ്റേജ് ഓഫ് മാർക്സ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്ന ഏരിയാസ് അറിയണം, അതിലോട്ട് കൂടുതൽ ഫോക്കസ് പോകണം. അറ്റ് ദി സെയിം ടൈം ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്ന ഏരിയ വളരെ ടഫസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണെങ്കിൽ അത് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. കാരണം അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ സബ്ജക്റ്റിനോട് വെറുത്തു പോകും. അതുകൊണ്ട് തന്നെ മാർക്സ് വരുന്ന ഏരിയ, ഈസി ആയിട്ടുള്ള ഏരിയ അത് കണ്ട് മനസ്സിലാക്കി ആ കൺസെപ്റ്റ് പിടികിട്ടി ആ സബ്ജക്റ്റിനോടൊരു താല്പര്യം വന്നതിന് ശേഷം ടഫസ്റ്റ് ആയിട്ടുള്ള ഏരിയയിലോട്ട് പോകാം. അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ കുറച്ച് സമയം മെനക്കെട്ട് കൂടുതൽ മാർക്സ് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മളതിനെ സ്മാർട്ട് സ്റ്റഡി എന്ന് പറയും. സോ തേർഡ് സെമസ്റ്ററിൽ നമ്മൾ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഓരോ സബ്ജക്റ്റും എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ഏത് രീതിയിലുള്ളൊരു അപ്രോച്ച് വേണം, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു പുതിയ സീരീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. സോ വീഡിയോയിലോട്ട് പോണേക്കാളുമ്പോൾ പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം എം.കോമിന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. തേർഡ് സെമസ്റ്ററിലെ 3 പ്രോബ്ലം പേപ്പേഴ്സിന്റെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഇൻകം ടാക്സ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ്. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് മസ്റ്റ് അല്ല. മെജോറിറ്റി പോർഷൻസ് നമ്മുടെ ഓൾറെഡി അവൈലബിൾ ആണ് ക്ലാസ്സസ്. അഡീഷണൽ ആയിട്ടുള്ള പോർഷൻസ് നമ്മൾ ലൈവ് എടുക്കുമ്പോൾ ലൈവ് അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ ദിസ് ഇസ് കിരൺ CS. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. സോ ഇതാണ് നമ്മുടെ സബ്ജക്റ്റ് ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിങ് 1. ഞാൻ പറഞ്ഞു വലിയൊരു സബ്ജക്റ്റ് ആണ്. നമ്മൾ സിലബസ് ഡീറ്റെയിൽസ് കാണിച്ചു തന്നപ്പോൾ നിങ്ങളിതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ 5 മൊഡ്യൂളായിട്ട് ആസ് യൂഷ്വൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സബ്ജക്റ്റ്. അപ്പോൾ ഇതിനെ ആദ്യം തന്നെ എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം എന്നുള്ളതാണ്. ദെൻ ഈ ഒരു സബ്ജക്റ്റിൻ്റെ പ്രത്യേകത, നമ്മൾ ഡിഗ്രിക്ക് ടാക്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡിഗ്രിക്ക് നമ്മൾ പഠിച്ച ടാക്സ് മൊത്തത്തിൽ നമുക്ക് 2 മൊഡ്യൂളായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഡിഗ്രിക്ക് നമ്മൾ പഠിച്ച മൊത്തം സബ്ജക്റ്റ് ഇല്ലേ, 5th and 6th പഠിച്ചിട്ടുണ്ടായിരുന്നത് ഡിറക്റ്റ് ടാക്സ്, അതിവിടെ 2 മൊഡ്യൂളായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. ദെൻ പലപ്പോഴും കുട്ടികൾ ഈ ഓർഡറിൽ പഠിക്കുമ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ് കൺസെപ്റ്റ്, ഈ പറഞ്ഞ ക്യാപിറ്റൽ റവന്യൂ, ടാക്സ് പ്ലാനിങ്, ടാക്സ് ഇവേഷൻ, ടാക്സ് അവോയ്ഡൻസ്, അതിനുശേഷം അതിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെ ബേസിക്സ് ഒരുപാട് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കാണാൻ സാധിക്കും. ഇൻസിഡൻസ് ഓഫ് ടാക്സ്. ബട്ട് ഇതൊക്കെ നമുക്ക് ഡിഗ്രിക്കാണ് പ്രോബ്ലമായിട്ട് വരാറ്. ഇവിടെ നമുക്ക് ഈ ടാക്സ് പ്ലാനിങ്, ടാക്സ് ഇവേഷൻ ഇങ്ങനത്തെ ടേമുകളൊക്കെ 2 വെയിറ്റേജിൻ്റെ എന്തെങ്കിലും, അതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ 2 വെയിറ്റേജിൻ്റെ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് കണ്ടുവരാറ്. ടാക്സ് പ്ലാനിങ്ങിനെ റിലേറ്റ് ചെയ്തുള്ള തിയറി ചില സമയത്ത് 3 വെയിറ്റേജിൻ്റെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൺസെപ്റ്റുകളൊക്കെ പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കി പോകണം. ഇതിൽ തിയറി ഏരിയാസ് മാത്രമാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ കണ്ടുവരാറ്. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ടാക്സ് ആയതുകൊണ്ട് തന്നെ ഈ ബേസിക് കൺസെപ്റ്റുകൾ ക്വിക്കായിട്ട് പഠിച്ച് അവസാനിപ്പിക്കാം. അത് ആദ്യം തന്നെ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം.
അതിനുശേഷം നമുക്ക് ഇവിടെ എക്സാമിന് മെയിൻ ആയിട്ട് എസ് വരുന്നത് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷനാണ്. അതുപോലെ തന്നെ ഇതിന്റെ ടാക്സ് ലൈബിലിറ്റി കാണാം. അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വലും അസസ്മെന്റ് ഓഫ് HUF ആണ് നമുക്ക് ഈ ഒരു സെമസ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ള മൊഡ്യൂൾ നമ്പർ 3. ബട്ട് അതിലോട്ട് എത്തണമെങ്കിൽ നമുക്ക് 5 ഹെഡ്സ് അല്ല ടോട്ടൽ ഇത് ഗ്രോസ് ടോട്ടൽ ഇൻകം കാണാനും അതിൽ നിന്ന് ഡിഡക്ഷൻസ് സബ്ട്രാക്ട് ചെയ്യാനും അങ്ങനെ ടോട്ടൽ ഇൻകം ഫൈൻഡ് ഔട്ട് ചെയ്യാനൊക്കെ അറിയണം. അപ്പോൾ 5 ഹെഡ്സ് പഠിക്കലാണ് നമ്മുടെ നെക്സ്റ്റ് ലക്ഷ്യം. അപ്പോൾ ഈ 5 ഹെഡ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും 5 ഹെഡ്സ് ഓർഡറിൽ പഠിക്കരുത്. കാരണം ഇതിൽ നമുക്ക് 5 ഹെഡ്സിൽ സെപ്പറേറ്റ് ഏത് ഹെഡിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാർക്സ് വരാനുള്ള സാധ്യത അത് മനസ്സിലാക്കി പ്രയോറിറ്റൈസ് ചെയ്യണം. ദെൻ അത് മാത്രമല്ല നമ്മൾ ചില ഹെഡ്സ് ആദ്യം പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ള സമയം പോവും, ഈ സബ്ജക്റ്റ് നമ്മുടെ നീങ്ങില്ല, അങ്ങനെയും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 5 ഹെഡ്സ് എങ്ങനെ പഠിക്കണം അതാണ് നെക്സ്റ്റ് പറയാനുള്ളത്. 5 ഹെഡ്സിൽ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത് HP വെച്ചിട്ടായിരിക്കണം, ഹൗസ് പ്രോപ്പർട്ടി. അതിൻ്റെ പ്രത്യേകത ഒരൊറ്റ ഫോമാറ്റ് പഠിക്കുക, ആ ഫോമാറ്റിൽ നിന്ന് തന്നെ നമുക്ക് ആ സബ്ജക്റ്റ് ആ ഒരു ഹെഡ് മുഴുവൻ മനസ്സിലാക്കാൻ സാധിക്കും. ക്വിക്കായിട്ട് നമുക്ക് ഒരു ഹെഡ് പഠിച്ച് അവസാനിപ്പിച്ചു എന്നുള്ളതിൻ്റെ കോൺഫിഡൻസും കിട്ടും. അത്യാവശ്യം 2 വെയിറ്റേജ് 3 വെയിറ്റേജ് മാർക്സ് അതിനുള്ള പ്രോബ്ലംസ് സെപ്പറേറ്റ് വരാറുണ്ട്. 3 വെയിറ്റേജിൻ്റെ പ്രോബ്ലം അതുപോലെ തന്നെ 2 വെയിറ്റേജിൻ്റെ തിയറിയൊക്കെ. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് നൽകുന്ന ഒരു ഹെഡാണ് ഹൗസ് പ്രോപ്പർട്ടി. നിർബന്ധമായും ആദ്യം ഹൗസ് പ്രോപ്പർട്ടി വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഒരു കാരണവശാലും സാലറി വെച്ച് പഠിക്കരുത്. സാലറിയുടെ പ്രത്യേകത ഒരുപാടുണ്ട് പഠിക്കാൻ. നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ എന്താ ടാക്സ് ആണ് പഠിക്കുന്നത്, എന്തായി സാലറി ചോദിക്കുമ്പോൾ എന്താ സാലറി, ഒരുപാടുണ്ട് സാലറി. അപ്പം നമുക്ക് തന്നെ സബ്ജക്റ്റ് നീങ്ങാത്ത പോലെ തോന്നും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം നിർബന്ധമായും പഠിക്കേണ്ടത് ഹൗസ് പ്രോപ്പർട്ടിയാണ്. അതിനുശേഷം നെക്സ്റ്റ് ക്യാപിറ്റൽ ഗെയിൻ പഠിക്കുക. അതിൻ്റെയും പ്രത്യേകത ചെറിയൊരു ടോപ്പിക്കാണ്, ക്വിക്കായിട്ട് അവസാനിപ്പിക്കാൻ സാധിക്കും. ഓക്കെ, ദെൻ അതിനുശേഷം ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് ബിസിനസ് ഓർ പ്രൊഫഷൻ, PGBP. PGBP ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചിലപ്പോൾ നമുക്ക് essay വരാറുണ്ട് 5 വെയിറ്റേജിൻ്റെ ആയിട്ട്. അപ്പോൾ PGBP അതിനുശേഷം പഠിക്കുക. ദെൻ അതർ സോഴ്സിലോട്ട് പോകുക, അതർ സോഴ്സിലോട്ട് പോകുക. അതർ സോഴ്സ് ഒക്കെ ക്വിക്കായിട്ട് അവസാനിപ്പിക്കാം. ഫൈനലി മാത്രം സാലറി പഠിക്കുക. ഓക്കെ, അതർ സോഴ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രം സാലറിയിലോട്ട് പോകുക. ഓക്കെ, അതർ സോഴ്സസ് അതിനുശേഷം സാലറി. ഈ രീതിയിൽ 5 ഹെഡ്സ് പഠിക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഈ സബ്ജക്റ്റ് നീങ്ങാത്ത പോലെ തോന്നും. ഓക്കെ, ദെൻ ഡിഗ്രിക്കൊക്കെയാണ് ഇതിൽ ഓരോ ടോപ്പിക്കിൽ നിന്ന് സെപ്പറേറ്റ് എടുത്തിട്ട് നമുക്ക് essayക്കും വലിയ മാർക്സിനുള്ള ചോദ്യങ്ങളൊക്കെ വരാറ്. ഇവിടെ നമുക്ക് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷനാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 5 ഹെഡ്സ് അതിനേക്കാൾ ഉപരി താഴെയാണ്, അസസ്മെൻറ്റിലാണ് കൂടുതൽ മാർക്സ് കണ്ടുവരാറ്. ഓക്കെ, അപ്പോൾ 5 ഹെഡ്സ് അതുകൊണ്ട് തന്നെ ക്വിക്കായിട്ട് അവസാനിപ്പിക്കണം. മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസിനേക്കാൾ കൂടുതൽ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷനും ടാക്സ് ലൈബിലിറ്റി കാണാനാണ് കൂടുതൽ വരാറ്. അതിലോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊഡ്യൂൾ നമ്പർ 3 നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ബട്ട് മൊഡ്യൂൾ നമ്പർ 3 പോകണമെങ്കിൽ മൊഡ്യൂൾ നമ്പർ 2 പഠിക്കാണ്ട് പോകാൻ പറ്റില്ല. ദെൻ അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്രോസ് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ ക്ലബിംഗ് ഓഫ് ഇൻകം, സെറ്റ് ഓഫ് ഡിഡക്ഷൻസ്, ദെൻ ടോട്ടൽ ഇൻകത്തിലോട്ട് എത്തുന്നു. ദെൻ അതിനുശേഷം ഈ പറയുന്ന അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ SAക്ക്, അസസ്മെന്റ് ഓഫ് HUF കൂടുതൽ ഇൻഡിവിജ്വൽസിൽ നിന്നാണ് essay എപ്പോഴും വരാറ്. AMT സെപ്പറേറ്റ് മനസ്സിലാക്കണം, 3 വെയിറ്റേജിൻ്റെ ചോദ്യമായിട്ട് വരാറുണ്ട്. ഓക്കെ, ഇങ്ങനെ നമ്മൾ പഠിക്കുന്ന സമയത്ത് 5 ഹെഡ്സിനെ ഈ രീതിയിൽ പ്രയോറിറ്റൈസ് ചെയ്ത് ദെൻ അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ, അതിനുശേഷം അസസ്മെന്റ് ഓഫ് HUF. അസസ്മെന്റ് ഓഫ് HUF അവസാനം പഠിച്ചാലും മതി, ഇൻഡിവിജ്വൽ കഴിഞ്ഞാൽ HUF ആയി. ഓക്കെ, ദെൻ AMT കൺസെപ്റ്റുകൾ കാര്യങ്ങളൊക്കെ നോക്കാം. ഈ രീതിയിൽ പ്രയോറിറ്റൈസ് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് ഇത്ര കാര്യങ്ങൾ പഠിച്ച് അവസാനിപ്പിക്കാനുള്ള സമയം ലഭിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക. 5 ഹെഡ്സ് ഒക്കെ ആയി അങ്ങനെ നിൽക്കുകയാണ്, ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷനിലോട്ട് എത്തിയിട്ടില്ല എങ്കിൽ നിർബന്ധമായി നിങ്ങൾ നേരെ ചാടി പോകേണ്ടത് മൊഡ്യൂൾ നമ്പർ 4 and 5 തിയറി ഏരിയസ് ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിൽ ഈ 2 മൊഡ്യൂൾസിൽ നിന്ന് തിയറി അത്രത്തോളം വന്നിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം മൊത്തം പ്രോബ്ലംസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ബട്ട് അതിനേക്കാൾ മുമ്പുള്ള ഒരു 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുകയാണെങ്കിൽ ഈ മൊഡ്യൂൾ നമ്പർ 4 നിന്നും അതുപോലെ തന്നെ
മൊഡ്യൂൾ നമ്പർ 5-ൽ നിന്നും ഒരുപാട് തിയറി ചോദ്യങ്ങൾ വരാറുണ്ട്. ആ തിയറി ചോദ്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് പാസ് മാർക്കിൻ്റെ അടുത്തേക്കൊക്കെ പോകാൻ കുട്ടികൾക്ക് സാധിക്കാറുണ്ടെന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ട് ഒന്ന് കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ എന്താണ് പാസ്സാകാൻ സാധിക്കുന്ന ടോപ്പിക്സ് ആണ് മൊഡ്യൂൾ നമ്പർ 4 and 5. ബട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫുള്ള് പ്രോബ്ലംസ് ആയിരുന്നു, പാർട്ട് ബിയും അതുപോലെ തന്നെ സിയും. അതുകൊണ്ടാണ് കുട്ടികൾക്ക് വളരെ ടഫസ്റ്റ് ആയിട്ട് ആ ഒരു സബ്ജക്റ്റ് വന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ മൊഡ്യൂൾ നമ്പർ 1 ഒക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വേഗം ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കി വേഗം പഠിച്ച് അവസാനിപ്പിക്കുക. കാരണം അതിൽ നിന്നല്ല ക്വസ്റ്റ്യൻസ് വരാം. മെയിനായിട്ട് നമ്മുടെ ചങ്ക് മൊഡ്യൂൾസ് എന്ന് പറയുന്നത് മൊഡ്യൂൾ നമ്പർ 3, 4, 5 ആണ്. അതിൽ കഴിഞ്ഞ പ്രാവശ്യം അവർ ഈ പറയുന്ന മൊഡ്യൂൾ നമ്പർ 2 and 3 മാത്രം ഫോക്കസ് ചെയ്തു, പ്രോബ്ലംസിലോട്ട് മാത്രം. മൊഡ്യൂൾ നമ്പർ 4 and 5 അധികം ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് അതിനേക്കാൾ മുമ്പുള്ള 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന 4 and 5-ൽ നിന്ന് തിയറി പലപ്പോഴും എസ്സേക്കും 3 വെയിറ്റേജിലൊക്കെ കണ്ടുവരാറുള്ളതാണ്. അപ്പോൾ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഒന്നും ആവാണ്ടിരിക്കുന്ന കുട്ടികൾ എങ്ങനെ പഠിക്കണം? നേരെ ഈ പറഞ്ഞ ആദ്യത്തെ 2 മൊഡ്യൂൾ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ തിയറി ഒന്ന് വേഗം പഠിച്ച് അവസാനിപ്പിച്ച് വെക്കുക, മൊഡ്യൂൾ നമ്പർ 4 and 5. ദെൻ അസസ്മെൻറ്റ് മൊഡ്യൂൾ നമ്പർ 3 പോവുക. മൊഡ്യൂൾ നമ്പർ 3 പഠിച്ച് അവസാനിപ്പിക്കാൻ അത്യാവശ്യം സമയം നമുക്ക് അവിടെ എടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു അപ്രോച്ച് എപ്പോഴും മനസ്സിൽ വയ്ക്കുക. പഠിക്കുമ്പോൾ മനസ്സിൽ എപ്പോഴും വേണം 3, 4, 5 ഈ 3 മൊഡ്യൂൾസിൽ നിന്നാണ് മെയിനായിട്ട് മാർക്സ് വരിക. ഇത് 3 അവസാനിപ്പിക്കണം. ബട്ട് ഈ പറയുന്ന മൊഡ്യൂൾ നമ്പർ 3 അവസാനിപ്പിക്കണമെങ്കിൽ 2-ൻ്റെ കൺസെപ്റ്റുകളൊക്കെ ക്വിക്കായിട്ടൊന്ന് മനസ്സിലാക്കണം. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ 2 മൊഡ്യൂൾ ഫോക്കസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്യുന്ന സമയത്ത് ഡെപ്തിൽ മുറിച്ച് ബ്രേക്ക് ഡൗൺ ആയിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾക്കൊരു പിടിവള്ളിക്ക് ഈ സബ്ജക്റ്റ് തോറ്റു പോകരുതല്ലോ. പലരും കഴിഞ്ഞ പ്രാവശ്യം അരിയർ കിട്ടി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ ബുക്ക് എടുത്തിട്ട് ഓർഡറിൽ പഠിച്ചു വരുമ്പോൾ ഈ 5 ഹെഡ്സ് തന്നെ നമുക്ക് ഡിഗ്രിക്ക് പഠിക്കാൻ എത്ര സമയം വന്നു? പലരും ഈ പറയുന്ന 5 ഹെഡ്സ് ഒക്കെ പഠിച്ച് ഇവിടേക്ക് എത്തുമ്പോഴേക്കും ആ സമയം കഴിഞ്ഞു. ദെൻ എക്സാമിന് വരുമ്പോൾ ലാസ്റ്റ് 3 മൊഡ്യൂൾസിൽ നിന്ന് കൂടുതൽ മാർക്സ് വരുമ്പോൾ അവിടെ ഒന്നും എഴുതാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് കുട്ടികൾ എത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യത്തെ 2 മൊഡ്യൂൾ പഠിച്ച് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഈ 2 തിയറി മൊഡ്യൂൾസ് പെട്ടെന്ന് തന്നെ പഠിച്ച് അവസാനിപ്പിക്കുക. അതിനുശേഷം മൊഡ്യൂൾ നമ്പർ 3 പഠിച്ച് അവസാനിപ്പിക്കുക. ഞാൻ പറഞ്ഞു ഒരുപാട് പ്രോബ്ലംസ് വരുന്നതാണ് മൊഡ്യൂൾ നമ്പർ 3. സോ ദാറ്റ്സ് അബൌട്ട് പ്രയോറിറ്റൈസേഷൻ അപ്രോച്ച് പോകേണ്ടത്. കാരണം എന്താ, നമ്മൾ ആ പാരറ്റോ അനാലിസിസ് ആണ് വീണ്ടും പറയുന്നത്. നമ്മുടെ ടോട്ടൽ 100 മാർക്സിൽ അല്ലേ 100% മാർക്സിൽ നമുക്കറിയാം 80-20 ആണ്. 80% മാർക്ക് വരുന്നത് 20% ഏരിയയിൽ നിന്നാണ്. ഈ പറയുന്ന 20% മാർക്ക് 80% ഏരിയയിൽ നിന്നാണ് വരാം. ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഈ 20% ഏരിയ ഫോക്കസ് ചെയ്ത് പഠിക്കണം, എന്നാലേ നമുക്ക് 80% ക്വിക്കിൽ കിട്ടുള്ളൂ. ഇതാണ് സ്മാർട്ട് സ്റ്റഡി. അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി പ്രോബ്ലം സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഫോളോ ചെയ്യാൻ പറയുന്നൊരു സ്ട്രാറ്റജി, റിവിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് രാത്രി മാത്രം പ്രോബ്ലംസ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. ഇതിനേക്കാൾ മുമ്പുള്ള എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ള കുട്ടികൾക്ക് അറിയാം, ഞാൻ എപ്പോഴും പറയും പ്രോബ്ലംസ് പഠിക്കുമ്പോൾ ഈവനിങ് 7 മണിയോ 7:30 പഠിച്ച പഠനം ആരംഭിക്കുക, ഒരു 10-10:30 വരെ. അതിനുശേഷം ഉറങ്ങി കാലത്ത് എണീറ്റ് രാത്രി പഠിച്ചത് ക്വിക്കായിട്ടൊന്ന് ഒരു അരമണിക്കൂർ എടുത്ത് റിവൈസ് ചെയ്യുക. അരമണിക്കൂർ, 15 മുതൽ അരമണിക്കൂർ വരെ. അപ്പോൾ അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ പഠിക്കണം എന്ന് പറയില്ല ഞാൻ, ജസ്റ്റ് ഒന്ന് ഓടിച്ചാൽ മതി. അപ്പോൾ തലേദിവസം പഠിച്ച കാര്യം കാലത്ത് എണീക്കുമ്പോൾ എന്താണ്, അപ്പോൾ ഒരു ഗ്യാപ്പ് വന്ന് നമുക്ക് ഒന്ന് എന്ത് ചെയ്തു, ഫ്രഷ് മൈൻഡിൽ നമുക്ക് പഠിക്കണില്ല, ഒന്ന് ഓടിച്ചു പോവുക. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പഠിച്ചത്, ഒന്ന് റീകളക്ട് ചെയ്തു. പിന്നെന്താണ് അതിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അന്ന് പോയി എന്ത് ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിലും, ഇപ്പോൾ സ്വാമിമുറിയിൽ തൊഴാൻ പോവാണ്, അല്ലെങ്കിൽ പല്ല് തേക്കാൻ പോവാണ്, കുളിക്കാൻ പോവാണ്, അത് കഴിഞ്ഞിട്ട് ട്രാവൽ ചെയ്യാണ്, എന്ത് ചെയ്യുകയാണെങ്കിലും ഈ കാലത്ത് എണീറ്റ് ആദ്യം നോക്കിയ കുറച്ച് കാര്യങ്ങളില്ലേ, ഇതിങ്ങനെ മൈൻഡിൽ നിൽക്കും, ഇത് പോവില്ല. അപ്പോൾ റിവിഷന് വളരെ ഗുണമായിരിക്കും. പ്രോബ്ലം പേപ്പറായിട്ടുള്ള ഏറ്റവും ടഫസ്റ്റ് പേപ്പേഴ്സ് പഠിക്കാൻ ഈ ഒരു അപ്രോച്ച് ഫോളോ ചെയ്താൽ, ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ പഠിക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ പ്രോബ്ലം പേപ്പേഴ്സ് നിർബന്ധമായും സമയമില്ലാത്തവർ ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ കൂടുതൽ മെമ്മറൈസ് ചെയ്യാനും സാധിക്കും കേട്ടോ.
സോ ദാറ്റ്സ് അബൌട്ട് ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിങ്. പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, സ്മാർട്ട് സ്റ്റഡിക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഇതുപോലെ തന്നെ ബാക്കി ഓരോ പേപ്പറും എന്താണ് ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്ന ഏരിയാസ്, അതുപോലെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട രീതി എന്തൊക്കെയാണെന്നുള്ളത് സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയിൽ ബ്രേക്ക് ഡൗൺ ആയിട്ട് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.